മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ CBSE ക്ലാസ് 7-ലെ ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം ഇഫ് പോസിബിൾ. ഈ കാണുന്ന ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇഫ് പോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് 2/3 ഇൻറ്റു 2/3. നമ്മളിത് ഫസ്റ്റത്തെ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞാണ്, മിക്സ്ഡ് ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ അതിനെ നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പോൾ ഈ 2/3 എങ്ങനെ മാറ്റുക? 2 × 3 താഴത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. 2 × 3 6 ആണ്, 6ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 8 വരും. സോ 8/3. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? 2/3 ഇൻറ്റു 8/3. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 8 16, 3 × 3 9, 16/9 വരും. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റാം. 16-ൽ എത്ര പ്രാവശ്യം 9 ഉണ്ട്? ഒരു 9 9. 1 9s are 9. ബാക്കി 9 കഴിഞ്ഞാൽ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 9 കഴിഞ്ഞാൽ 10, 11, 12, 13, 14, 15, 16. എത്രയുണ്ട്? 7 ഉണ്ട്. അപ്പോൾ റിമൈൻഡർ എത്രയാ? 7. 7/9. 17/9. ഇത് ഒരൊറ്റ എണ്ണം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തത് കേട്ടോ. നമുക്ക് നോർമൽ ഡിവിഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത് 2/7. ഇവിടെ നോക്കിയേ, ഈ 7ഉം 7ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 2/9 ആണ് വരുന്നത്. 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോൾ അത് 2/9 ആക്കിയിട്ട് തന്നെ ഇട്ടാൽ മതി. ഇഫ് പോസിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പറ്റുമെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി മൂന്നാമത്തത് ഇതാ 3/8ഉം 6/4ഉം. നമുക്കിതിനെ റെഡ്യൂസ് ചെയ്യാം. ഞാനിത് എങ്ങനെ റെഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6നെ പകുതിയാക്കി 3 ആയി, 4നെ പകുതിയാക്കി 2 ആയി. ഓക്കെ, അപ്പോൾ എത്രയായി? 3/2 ആയി. കണ്ടോ? അപ്പോൾ 3 × 3 3/8 ഇൻറ്റു 3/2. ഇനി ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 3 9, 8 × 2 16. 9ൽ 16 ഇല്ല, രണ്ടിനും കോമൺ ആയിട്ടും നമ്പർ ഇല്ല. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ റിഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. അടുത്ത് 9/5 ഇൻറ്റു 3/15. 9 × 3 27. 5 × 5 25 വരും. ഓക്കെ, ദെൻ 27നെ 25 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 125 25 ആണ്. ഒരു 25 ആണുള്ളത്. ബാക്കി 25 കഴിഞ്ഞിട്ട് എണ്ണി നോക്കി. 26 27. എത്ര റിമൈൻഡർ വരുന്നത്? 2 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ 1 2/25 എന്ന് എഴുതാം നമുക്ക്. ദെൻ അടുത്ത് 1/3 ഇൻറ്റു 15/8. 1 × 15 15, 3 × 8 24. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15/24 എന്ന് വരും. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കണമല്ലോ, ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5/8 എന്ന് വരും. 124. ഇവിടെ എങ്ങനെ ചെയ്തേക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3നെ 15 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ ഇവിടെ 5 എന്ന് കിട്ടി. അപ്പോൾ 1 × 5 5, ഇവിടെ 1 വരും. 1 × 8 8. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 5/8 കിട്ടും. ദെൻ ആറാമത്തത് 11/2ഉം 3/10ഉം. 11 × 3 33, 2 × 10 20. 33ൽ 20 ഉണ്ട് അല്ലേ? അപ്പോൾ 33നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 120s are 20, 220s are 40 ആണ്. 40 അവിടെ അല്ല, സബ്ട്രാക്ട് ചെയ്യുക. 3 3 2 ആയാൽ 1. സോ 113/20 എന്ന് വരും. 113/20 എന്ന് വരും. ദെൻ അടുത്തത് 7th വൺ, ലാസ്റ്റ് വൺ 4/5 ഇൻറ്റു 12/7. ആദ്യം 4 × 12 ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. സോ 4 × 12 ചെയ്യാം. 1 4 4 24 8, 1 4 4 48/35. ആണോ? ഇവിടെയും ഒരെണ്ണമാണ് വരുന്നത്. 48/35 ചെയ്യുമ്പോൾ 48ൽ ഒരു പ്രാവശ്യമാണ് 35 വരിക.
135 ആർ 35. 8 5 പോയാൽ 3 കിട്ടും. 4 3 പോയാൽ 1 കിട്ടും. സോ 113/35. ഓക്കെ.